നിലമ്പൂരിനെ സംബന്ധിച്ച് ഉപതെരഞ്ഞെടുപ്പ് തട്ടകത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയെ നമുക്ക് ഇന്നറിയാം. VS ജോയി ആണോ അതോ ആര്യാടൻ ഷൗക്കത്താണോ UDF സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇന്നിപ്പോൾ ഒരു തീരുമാനമാകും. CPMന്റെ നിർണായക നേതൃയോഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒക്കെ നാളെയാണ് ചേരുക. ശാന്തകുമാർ വെള്ളാലത്തുണ്ട് നമുക്കിപ്പം. ശാന്തകുമാർ, UDFന്റെ സ്ഥാനാർത്ഥിയെ ഇന്നറിയാം എന്ന് മനസ്സിലാക്കുന്നു. കാരണം ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു ഞങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന്. ഏതെങ്കിലും ഒരു പേരിലേക്ക് മാത്രം എത്തിയിട്ടുണ്ടോ? ഷൗക്കത്തിനാണ് കൂടുതൽ സാധ്യതയെന്ന് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ തന്നെയാണോ നിലവിലെ ചർച്ചകളും നിലവിലെ ഒരു സാഹചര്യവും ഒക്കെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്? ഒപ്പം ഇടതുപക്ഷത്തിന്റെ നിലവിലെ സ്റ്റാൻഡ് എന്താണ്? UDF ആരെ ഇറക്കുന്നോ അതിനുശേഷം സ്ഥാനാർത്ഥി, അങ്ങനെയാണോ? സേതു, UDFനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നുള്ളത് കോൺഗ്രസിന് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം തെരഞ്ഞെടുപ്പ് ഇന്നലെ രാവിലെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത്. അതിനുശേഷം 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ അവർ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അതിന് ഒരു ഉദാഹരണമായി പറയുന്നത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർക്ക് വേഗത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിഞ്ഞു. അത് തന്നെയായിരിക്കും നിലമ്പൂരിലേതെന്നാണ്. പക്ഷേ നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥിയെ എത്തിക്കുന്നതിൽ ഒരു ഒറ്റ പേരിലേക്ക് എത്തിക്കാൻ UDFന് അല്ലെങ്കിൽ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം ഇന്ന് ഉച്ചയോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് അറിയുന്നത്. പക്ഷേ സംസ്ഥാന നേതൃത്വം ഒരു പേര് AICCക്ക് നൽകണം. ആ ഒരു പേരിലേക്ക് എത്തിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നാണ് ചില സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അവർക്ക് വേഗത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ച് AICC അറിയിക്കുക എന്നുള്ളത് ഒരു പ്രതിസന്ധി എത്തിയിരിക്കുന്നു എന്ന് തന്നെ അതൊന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം VS ജോയി ആണോ അതോ ആര്യാടൻ ഷൗക്കത്താണോ എന്നുള്ളത് ഇപ്പോഴും തർക്കം തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂർ മണ്ഡലത്തിലുള്ള സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് തന്നെയാണ് നേരത്തെ മുതൽ പറഞ്ഞു കേൾക്കുന്നതും. ഒപ്പം തന്നെ യുവ നേതാവിന് പ്രാധാന്യം നൽകണം എന്നുള്ള ഒരു വിഭാഗത്തിൻ്റെ ആവശ്യവും കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പേരിലേക്ക് എത്തിക്കുക എന്നുള്ളത് കോൺഗ്രസ് സംബന്ധിച്ചോളം ഒരു പ്രതിസന്ധി സൃഷ്ടിച്ച് ഇരിക്കുകയാണ്. ഇപ്പോൾ 24 മണിക്കൂറിനകം പുതിയ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ടെങ്കിലും അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആ ഒരു പ്രഖ്യാപനം ഉണ്ടാവോ എന്നുള്ളത് സംശയകരമായി തുടരുക തന്നെയാണ്. ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം CPMലേക്ക് വരികയാണെങ്കിൽ ഇന്ന് തന്നെ ആരാണ് UDFന്റെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഒരു ചിത്രം തെളിയും. അതിനുശേഷം പിന്നീടാവും നാളെ നിർണായക യോഗങ്ങളൊക്കെ നാളെയാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച്. അതിനുശേഷം നമുക്ക് ഒരു പൊതു സ്വതന്ത്രനെ, കരുത്തനായ ഒരു പൊതു സ്വതന്ത്രൻ വരുമെന്നൊക്കെ കേൾക്കുന്നു. അറിയില്ല, ഇനി അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വരുന്നത് നാളെയായിരിക്കും. BJPയുടെ കാര്യത്തിലും ചർച്ചകളൊക്കെ നടക്കുന്നു.